Good afternoon to all. Good afternoon, Miss. Okay, good afternoon. How are you all? Have you had your lunch? Okay, lunch ഒക്കെ active ആണ് എല്ലാവരും. This week. Okay, active അല്ല, ഫീവർ ആണ്. എല്ലാവർക്കും അറിയാലോ. മിക്ക ക്ലാസ്സിലും ഇത് തന്നെയാണ് അവസ്ഥ. എനിക്ക് ഫീവർ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ. മിക്കവർക്കും അസുഖങ്ങളാണ്, വയ്യായികയാണ്. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ എടുക്കുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? ആ ക്ലൈമറ്റിന്റെ അതെ ക്ലൈമറ്റ് മാറിയല്ലോ, അതാണ് കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് എടുക്കാം, നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. കുറച്ചോളം ഹൈഡ്രേറ്റഡ് ആയിരിക്കും എപ്പോഴും. 1 വീക്കായി കുറയുന്നില്ല. ഓക്കെ, നമ്മള് ഇവിടെ കഴിക്കുന്ന ഫുഡും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല പൊടിച്ച് കഴിക്കുക. ഓക്കെ, ഹെൽത്തും കൂടെ ഫുഡും കൂടെ നമ്മൾ നോക്കാം, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കഴിക്കാനുള്ളതാണ്. ഓക്കെ, സ്റ്റാർട്ടായി. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ആരോഗ്യം ശ്രദ്ധിക്കൂ. ഹെൽത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആരോഗ്യം ശ്രദ്ധിക്കൂ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ മാറണം, അല്ലെ? അത് ഒരുപാട് നാളെ കൊണ്ടുനടക്കാൻ പാടില്ല, പെട്ടെന്ന് അത് മാറാം. അതിനനുസരിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുക, അല്ലെ? ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം നമ്മളെ ബാധിക്കുകയില്ല. അതല്ല, ഇനിയിപ്പോ സപ്പോസ് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. സോ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ്ലി വർക്ക് ആയിരിക്കണം, വർക്ക് ചെയ്യണം. സോ അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഫുഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, പറയാൻ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും മിസ്സിന് പറയാൻ എളുപ്പമാണ്, പക്ഷെ പറ്റണ്ടേ? പറ്റണം, അല്ലെ? അല്ലാതെ എവിടെ പോവാനാ? ട്രൈ ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഡാൻസ് അതും കണ്ടു നിങ്ങൾ? അതും കണ്ടു. എന്താ ഡാൻസ് കണ്ടു? അതെല്ലാം കണ്ടു. താങ്ക് യു. അത്ര നന്നായിട്ടൊന്നും കളിക്കുന്നില്ല, ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്യാം, ചെയ്യുള്ളൂ. സൂപ്പർ. അതെ, നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ അഥവാ മോശമാണെങ്കിൽ പോലും നന്നായില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും പറയോ? ഇല്ല, സൂപ്പർ ആയതിനെ പറയൂ. താങ്ക് യു. ചിരിച്ചു കളിച്ചു. ചിരിച്ചതില് ഒരു കാര്യമുണ്ട് കേട്ടോ, അതാർക്കും മനസ്സിലായില്ലെന്ന് മാത്രം. എന്റെ സ്റ്റെപ്പ് തെറ്റി. അപ്പൊ സ്റ്റെപ്പ് തെറ്റിയപ്പോ ആർക്കും പെട്ടെന്ന് നോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് ചിരി വന്നു. സ്റ്റെപ്പ് തെറ്റിയപ്പോ എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു. അതാണ് സത്യം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ കോൺവെക്കേഷൻ വരുമ്പോൾ നമ്മൾ നേരിട്ട് കാണാം, നേരിട്ട് ഡാൻസ് കളിക്കാം. ഫംഗ്ഷൻ മീൻസ് നമ്മൾ കോൺവെക്കേഷൻ ആയിരുന്നു. കോൺവെക്കേഷൻ അല്ലാതെ സെലിബ്രേഷൻ ആണ്, ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. സ്മാർട്ട് സിയിലെ സെലിബ്രേഷൻ ആയിരുന്നു, അതിനാണ് ഡാൻസ് കളിച്ചത്. മിക്ക കോൺവെക്കേഷൻ ടീച്ചേഴ്സ്, മിക്കല്ല എല്ലാ കോൺവെക്കേഷൻസിനും ടീച്ചേഴ്സ് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഒരു പ്രോഗ്രാമാണ്. ടീച്ചേഴ്സിന് ഡാൻസ് മസ്റ്റാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്, തെറ്റിക്കുന്നുണ്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ സംസാരിച്ചാൽ നമ്മൾ സംസാരിച്ചേ പോകൂ കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാവേ, പോർഷൻസ് തീർക്കണ്ടേ. ഓക്കെ, അപ്പോ we are waiting. Yeah, okay, so let's start today's class. നമ്മള് ഹീമോഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. ഡൗട്ട്സ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഡൗട്ട്സ് ഇല്ലാതെ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു, ഡയാലിസിസ് 2 types of dialysis ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ is hemodialysis and the second one peritoneal dialysis ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine.
For this kind of dialysis, the lining of your abdomen or belly area, also called the peritoneum, is used as a filter. Before beginning peritoneal dialysis, a minor surgery is required to place a catheter in your belly. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഫുള്ള് വായിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഹീമോഡയാലിസിസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ പറയുന്ന വെയിനും അല്ലെ എന്താണ് ഞരമ്പും ധമനിയും കൂടെ കണക്ട് ചെയ്ത് ഉള്ളൊരു സർജറി, ഒരു പ്രൊസീജിയറാണ്. അതിലൂടെയാണ് ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ എന്താണ് ബാക്ക് ടു നമ്മുടെ നോർമൽ ബോഡിയിലേക്ക് അത് എന്താണ് റീസെന്റ് ചെയ്യാം. അതാണ് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. ബ്ലഡ് പുറത്തേക്ക് എടുത്ത് പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അത് റീസെന്റ് ചെയ്യും. അതാണ് എന്ത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ വെച്ച് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. അതിൽ നമുക്ക് മെഷീന്റെ ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഡയാലിസിസ് മെഷീന് പകരം നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സ്വന്തം ബോഡിയിൽ ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് എന്ത് പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് പെരിറ്റോണിയൽ ഡയാലിസിസ് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയോ? ഇത് ചെയ്യുന്നത് നമ്മുടെ അബ്ഡോമിന്, ബെല്ലി, നമ്മുടെ വയറിന്റെ ആ ഭാഗത്താണ് ചെയ്യുന്നത്. അടിവയറിന് താഴെയാണ് ചെയ്യുന്നത്. അടിവയറിന് താഴെയല്ല, ആ വയറിന് കുറച്ച് താഴെ ആ ഒരു പോർഷനിലാണ് ചെയ്യുന്നത്. നമ്മുടെ പിക്ചർ ഉണ്ട് കേട്ടോ, ഈ ഒരു പോർഷനിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇത് ചെയ്യുന്നത് നമ്മുടെ വയറില് ആ ഒരു ബെല്ലി ഏരിയ ഉണ്ടല്ലോ, ആ ബെല്ലി ഏരിയയില് നമ്മുടെ ഓർഗൻസ് ആവരണം ചെയ്തിരിക്കുന്ന ഒരു ആവരണത്തെയാണ് പെരിറ്റോണിയൽ എന്ന് പറയുന്നത്. ഒരു ലൈനിങ് ഇവിടെ പറയുന്നുണ്ടല്ലോ, the lining of your abdomen or belly area. കണ്ടോ, ഒരു ലൈനിങ്, ഒരു ആവരണം പോലെയാണ് അല്ലെ. ആ ആവരണത്തെയാണ് ഇന്ന് പെരിറ്റോണിയം എന്ന് വിളിക്കുന്നത്. ആ പെരിറ്റോണിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഇത് എന്താണ് ഫിൽട്ടർ ചെയ്യുക. അതാണ് പെരിറ്റോണിയം ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പെരിറ്റോണിയം അങ്ങനെ ഫംഗ്ഷൻ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഈ പറയുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ ബ്ലഡിലേക്ക് റീസെന്റ് ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്ന ഒരു അവയവമാണ് ഒരു ഓർഗനാണെന്ത് പെരിറ്റോണിയം എന്ന് പറയുന്നത് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെരിറ്റോണിയത്തിൽ ചെയ്യുന്നത് കൊണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന പേരുണ്ട്. ഓക്കെ, അപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ എത്താ, കുറച്ച് ലേറ്റായി, എന്നാലും കണ്ടിന്യൂ കേൾക്കാട്ടോ, അവിടൊക്കെ ചോദിക്കണ്ട. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കട്ടോ. ഓക്കെ, അപ്പോ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ വയറില്, നമ്മുടെ ബെല്ലി ഏരിയയില് അല്ലെങ്കിൽ അബ്ഡോമിനില് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ആ വയറിന്റെ പോർഷൻ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വയറ് ചെറിയൊരു സർജറിയിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ കീഹോൾ വഴി ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. Dialyzer machine പകരമായിട്ട് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സ്വന്തം ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു തരം ട്രീറ്റ്മെന്റ് ആണ് എന്താ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, for this kind of a dialysis, the lining of your abdomen or belly area, also called peritoneum, is used as a filter. പെരിറ്റോണിയത്തെയാണ് എന്താ ഫിൽറ്റർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ലൈനിങ് ഏരിയയാണ്, അല്ലെങ്കിൽ പെരിറ്റോണിയത്തെയാണ് നമ്മൾ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Before beginning peritoneal dialysis, a minor surgery is required to place a catheter in your belly. അതായത് നമ്മുടെ ബെല്ലിയിലേക്ക് ഒരു catheter ആണ്, സോഫ്റ്റ് ട്യൂബ് ആണ്. ആ ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അതായത് സർജറി, ഒരു മൈനർ സർജറിയിലൂടെ നമ്മൾ ആ ട്യൂബ് ബെല്ലി ഏരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതില് കുറച്ച് ഭാഗം നമ്മുടെ അകത്തായിരിക്കും കേട്ടോ, ബോഡിയിൽ ഇൻസൈഡ് ബോഡി ആയിരിക്കും. കുറച്ച് പോർഷൻ, അതായത് ട്യൂബ് കുറച്ച് നമ്മുടെ ബോഡിയിലായിരിക്കും, കുറച്ച് പോർഷൻ മാത്രം അതിന് പുറത്തായിട്ട് ഉണ്ടാകും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോ ആ ഒരു സർജറിയിലൂടെയാണ്, ഒരു ചെറിയൊരു സർജറിയിലൂടെയാണ് ആ ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. In the course of each treatment, the belly area is little filled with dialysis. അതായത് ഞാൻ ഫുള്ളി പാരഗ്രാഫ് വായിക്കട്ടെ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം എന്താണ് സംഭവം. ഓക്കെ, അപ്പോ ഡയാലിസിസ് എന്ന് പറയുന്നത് a cleansing fluid made from a mixture of water, salt and other
additives through the catheter. As blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysis, also almost like a magnet. Okay, after a few hours, the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. Peritoneal dialysis can be done almost anywhere if you have the surface needed to do the treatment. So, peritoneal dialysis എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ അബ്ഡോമിനലി അല്ലെങ്കിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. Catheter ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ മൈനർ സർജറിയിലൂടെ നമ്മുടെ വയറ്റിലേക്ക് catheter അതായത് സോഫ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്ത് വെക്കും. അതാണ് സർജറി. ഇൻസേർട്ട് ചെയ്യും. അതിന് കുറച്ച് ഭൂരിഭാഗം പോർഷൻ അകത്തായിരിക്കും, ചെറിയൊരു പോർഷൻ മാത്രം പുറത്ത് നമുക്ക് നമ്മുടെ വയറിൽ പുറത്തുണ്ടാകും, ഒരുപാടല്ലാട്ടോ. ഓക്കെ, സോ അതിലൂടെയാണ് നമ്മൾ എന്താ ഈ ഡയാലിസിസ് ചെയ്യുന്നത്. കാരണം ആ ഒരു പുറത്തെ ട്യൂബ് നമുക്ക് ഇതെങ്ങനെയാ ഡയാലിസിസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫ്ലൂയിഡ് വാങ്ങാൻ കിട്ടും. ഒരു ബാഗ് ഒരു 2 ലിറ്ററോളം വാങ്ങിച്ച ബാഗ് കിട്ടും ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് നമ്മള് ഈ വെളിയിലേക്ക് കണക്ട് ചെയ്യും. ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡ് വെളിയിൽ നിറയ്ക്കും. മനസ്സിലായോ? നമ്മുടെ ആ ഒരു വാഷറില് ഫ്ലൂയിഡ് നമ്മള് എന്താ പറയാ നമ്മുടെ വയറിലേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ആ ഫ്ലൂയിഡ് എന്ന് വെച്ചാല് മിക്സർ ഓഫ് വാട്ടർ, സോൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. കുറച്ച് മിക്സ് ചെയ്ത ഫ്ലൂയിഡ് ആണ്. ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അതായത് കിഡ്നിക്ക് സ്വയം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഡയാലിസിസ് ചെയ്യുന്നത്. അതറിയാലോ എല്ലാവർക്കും. അപ്പോ ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ പുറത്തോട്ട് ഇട്ടാണ് ചെയ്യാം. ബ്ലഡ് നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് പ്യൂരിഫൈ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈ ഫ്ലൂയിഡ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ഫ്ലൂയിഡ് നമ്മുടെ ഈ പറയുന്ന വെളിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നിറയ്ക്കും. വെളിയിൽ നിറച്ചിട്ട് നമുക്ക് പിന്നെ ഓക്കെ അത് ഫില്ലായി നമ്മൾ ഫില്ല് ചെയ്യും. ആ ഫ്ലൂയിഡ് നമ്മുടെ വെളിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. മനസ്സിലായോ? നമുക്ക് ഇതെല്ലാം വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഡയാലിസിസ് വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ വീട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ട്, ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വൃത്തിയുള്ള കൈകളിലൂടെ അല്ല ചെയ്യുന്നെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഹൈജീനിക് ആയിരിക്കും. അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഈ പറയുന്ന സർജറി ചെയ്ത് നമുക്ക് 1 or 2 വീക്സിന് ശേഷം നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ബാഗ് 1 or 2 ലിറ്ററിന്റെ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ബാഗ് വാങ്ങാം. ആ ബാഗിലെ ട്യൂബും നമ്മുടെ വയറിൽ സർജറിയോട് ചെയ്ത കാത്തീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഫ്ലൂയിഡ് നമ്മുടെ വെളിയിൽ ഫില്ല് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നോർമലി നമുക്ക് എല്ലാ പണികളും വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വിത്തൗട്ട് ഒരു പെയിനും ഒരു കാര്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം ഒരു 7 or 8 hours അത് നമ്മുടെ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കറക്റ്റ്ലി നമുക്ക് ഒരു ടൈം മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര മണിക്കൂർ എടുക്കുമെന്ന്. അത് ഐ തിങ്ക് ഒരു 7, 8 or 9 hours ശേഷം നമുക്ക് എന്താണ് ഡ്രെയിൻ ചെയ്യാം. ഓക്കെ, അതായത് ആ ഫ്ലൂയിഡ് നമുക്ക് കളയാം, ഡ്രെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പറയുന്ന ട്യൂബ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ഫ്ലൂയിഡ് നമുക്ക് പുറത്തോട്ട് കളയാം. അതായത് ഈ ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് ആ പെരിറ്റോണിയലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് അതിന്റെ വേസ്റ്റും നമുക്ക് അല്ലാതെ ഉണ്ടാകുന്ന ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ നീരോ അല്ലാത്ത വെള്ളം എല്ലാം പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നത് ഈ പറയുന്ന പെരിറ്റോണിയലാണ്. പെരിറ്റോണിയം എന്ന് പറയുന്ന ആ ഒരു ആവരണമാണ് ചെയ്യുന്നത്. സോ അപ്പോ അതിനുശേഷം 2 മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് ഈ പറയുന്നത് ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് പെരിറ്റോണിയം ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കീമോ ഡയാലിസിസ് പോലെ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. ആ ബാഗ് വാങ്ങാം, ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാം, അത് പ്യൂരിഫൈ ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കുക. അതിനുശേഷം എന്താണ് അത് ഡ്രെയിൻ ചെയ്യുക. സോ ക്ലീൻ ആയി. മനസ്സിലായോ? നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ആയി. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇതിലെങ്ങനെ ക്വസ്റ്റ്യൻ വരാം? അത് ഞാൻ എന്തായാലും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലെ? അത് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ.
ഓക്കെ, അപ്പൊ ആ കത്തീറ്റർ വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അപ്പോ ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ ഫ്ലൂയിഡ് മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് out from your belly using the same catheter. ആ സെയിം catheter യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആ പറയുന്ന ഫ്ലൂയിഡ് നമുക്ക് ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ബാക്ക് ദാറ്റ് യൂസ്ഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഓൾമോസ്റ്റ് എനിവെയർ. നമുക്ക് എവിടെ വെച്ച് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഡയാലിസിസ് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇൻഫെക്ഷൻ വരാതെ നോക്കണം. കാരണം നമ്മൾ സ്വയം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഹൈജീനിക് ആയിരിക്കണം. മനസ്സിലായോ? നമ്മൾ തോന്നിയ പോലെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് ബുദ്ധിമുട്ടാണ്, അറിയാലോ. പ്രത്യേകിച്ച് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് ആണ്. പിന്നെ പറയാണെങ്കിൽ ഇപ്പൊ കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു, ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ മറ്റേ ഇതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാഗിന് റേറ്റ് കുറച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ആണ്. ഹീമോ ഡയാലിസിസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. കാരണം പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹീമോ ഡയാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നീഡിൽ വെച്ചിട്ടായിരിക്കും ബ്ലഡ് നമ്മൾ എടുക്കുന്നത്, പുറത്തു എടുക്കുന്നത്. സോ ആ ടൈമിൽ എന്തായാലും നമുക്ക് പെയിൻ ഉണ്ടാവും, അല്ലെ? അത് നമ്മൾ വീക്കിലി പോയി ചെയ്യേണ്ട ഒരു കാര്യമല്ല, മേ ബി വീക്കിലി ചെയ്യണം. അപ്പോ ഈ എല്ലാ വീക്കും ചെയ്യുമ്പോൾ നമ്മൾ ഈ പെയിൻ സഹിക്കണം. പക്ഷെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വൺ ടൈം സർജറി ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് പെയിൻ ഉണ്ടാവുക. അല്ലാതെ പിന്നെ നമുക്ക് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ് വെച്ച് നമ്മൾ തന്നെ ചെയ്യുകയാണ്. സോ അതിൽ യാതൊരു തരത്തിലുള്ള പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഹീമോ ഡയാലിസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അപ്പൊ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇല്ലേ? ഡൗട്ട് ഉണ്ടോ? നമ്മുടെ അബ്ഡോമിനലില് അല്ലെങ്കിൽ വെളിയിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പെരിറ്റോണിയം, അല്ലെ? പെരിറ്റോണിയം എന്ന് പറയുന്നത് നമ്മുടെ വെളിയിൽ ആവരണം ചെയ്തിരിക്കുന്ന ഒരു തരം ആവരണമാണ്. അതാണ് പെരിറ്റോണിയം. സോ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്റർ ചെയ്യാനാണ്. അപ്പൊ അതിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പോ ആ രീതിയിലാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു മൈനർ സർജറിയിലൂടെ പറയുന്ന catheter ഇൻസേർട്ട് ചെയ്ത് അതിലൂടെയാണ് നമ്മൾ ഈ ബാഗ് കണക്ട് ചെയ്ത് ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് അതിനുശേഷം നമ്മൾ ഒരു 8 hours നമ്മൾ അത് പ്യൂരിഫൈ ചെയ്യാൻ ഫിൽറ്റർ ചെയ്യാനുള്ള ടൈം കൊടുക്കും. സോ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന catheter വഴി തന്നെ നമുക്ക് ഈ പറയുന്ന ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാവുന്നതാണ്. സോ ആ പ്രോസസ് കംപ്ലീറ്റ് ആണ്. അതാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ക്ലിയർ? മനസ്സിലായാലോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കൂട്ടോ. നമ്മള് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് തരുമ്പോൾ ഓരോ സെന്റൻസ് വൈസ് അതിന്റെ മീനിങ് പറയുന്നത് ഏറ്റവും ബെറ്റർ ആ പാരഗ്രാഫ് ഫുള്ള് വായിച്ചിട്ട് അതിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അതാണ് കുറച്ചുകൂടെ സിമ്പിൾ. നമുക്ക് പെട്ടെന്ന് കണക്ട് ആവാനും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനും അതാണ് എളുപ്പം. അതായത് ഓരോ സെന്റൻസ് വൈസ് വായിച്ചാൽ അത് അത്രയും നമുക്ക് മീനിങ് ഫുൾ ആവില്ല. കാരണം ഒരു സെന്റൻസിൽ അല്ല അതിന്റെ ഫുൾ മീനിങ് ഇരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ വായിക്കുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതാണ് കുറച്ചുകൂടി സിമ്പിൾ. ഏതെങ്കിലും പോയിന്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. In the course of each treatment, belly area is little by little filled with a dialysate. അതായത് ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് കേട്ടോ. അത് ഫ്ലൂയിഡ് ആണേ. ഓക്കെ, കഴിഞ്ഞോ? ആഴ്ച കഴിയുമ്പോൾ പറയൂട്ടോ. കഴിഞ്ഞു? എല്ലാത്തിനും കഴിഞ്ഞു? Catheter means tube ആണ് കേട്ടോ, സോഫ്റ്റ് ട്യൂബ്. നമ്മള് ഹീമോ ഡയാലിസിസിൽ പറഞ്ഞപ്പോൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യില്ലേ, ആ ട്യൂബ് ആണ് catheter എന്ന് പറയുന്നത്. ആ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ സോഫ്റ്റ് ട്യൂബ്, അതാണ് catheter. ഓക്കെ, കാണുന്നത് കണ്ടോ? ഈ ട്യൂബിനെയാണ് നമ്മൾ catheter എന്ന് പറയുന്നത്.
ഓക്കെ, ഇതാണ് എന്ത് പെരിറ്റോണിയൽ ലൈനിങ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ് കേട്ടോ. പിക്ചറിൽ കാണാലോ. ഓക്കെ, ഇതാണ് ആ ഒരു ഏരിയ. സോ നമ്മുടെ കാത്തീറ്റർ വഴി പറയുന്ന ബാഗിലൂടെ കണ്ടോ, ബാഗിലൂടെ എന്ത് ചെയ്യും, നമ്മള് ഫില്ല് ചെയ്യും കണ്ടോ, ആ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും. സോ ഫ്ലൂയിഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു 8 to 9 hours നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പറ്റും, മീൻസ് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ പറയുന്ന കാത്തീറ്ററിലൂടെ തന്നെ നമുക്ക് എന്താണ് പുറത്തേക്ക് എടുക്കാൻ പറ്റും, മീൻസ് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അത് ഈ ബാഗിലേക്ക് തന്നെ, വേറൊരു ബാഗിൽ ഒരു ബാഗിലേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇതാണ് എന്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ കീമോ ഡയാലിസിസ് പറഞ്ഞ പോലെ ഇവിടെയും ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. 3 types of peritoneal dialysis that are continuous ambulatory peritoneal dialysis, CAPD. Okay, CAPD, and the second one continuous cyclic peritoneal dialysis, CCPD. Intermittent peritoneal dialysis, IPD. So 3 types. No, 3 types are allowed. Yeah, 3 types. Okay. So first one, CAPD. എന്താണ് CAPD? Does not need a machine. Exchanges can be done 3 to 5 times a day during waking hours. CAPD എന്ന് പറയുന്നത് ഇതെല്ലാം ഈ ഡയാലിസിസ് തന്നെയാണോ, നമ്മൾ ബിലീവ് ചെയ്യുന്നത് തന്നെയാണ്. അതിൽ ഏതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് CAPD ആണ്. ഇതിൽ നമുക്ക് മെഷീൻ ആവശ്യമില്ല. Does not need a machine. മെഷീൻ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. ഒരു ദിവസം തന്നെ ഒരു 3 to 5 times നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ബാഗ് മാറ്റി മാറ്റി ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ്. വേക്കിംഗ് അവേഴ്സ് പറയുമ്പോൾ ഡേ ടൈമില് നമുക്ക് തന്നെ മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. അതാണ് CAPD എന്ന് പറയുന്നത്. അവിടെ മെഷീൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പെരിറ്റോണിയൽ ഡയാലിസിസ് മെഷീൻ മെഷീൻ യൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു കൈൻഡ് ഓഫ് നോർമലി ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് CAPD എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ബാഗ് വെച്ചിട്ട് കണക്ട് ചെയ്ത് ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമ്മൾ അത് ഡ്രെയിൻ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ഡേ ടൈമിലാണ്, നമ്മൾ എഴുതിയിരിക്കുന്ന സമയത്താണ്. വേക്കിംഗ് അവേഴ്സ് മീൻസ് ഡേ ടൈം ആണ്, നമ്മൾ എഴുതിയിരിക്കുന്ന സമയം അതാണ് കേട്ടോ. ആ ടൈമിൽ ചെയ്യുന്നതാണ്. സോ ഒരു 3 to 5 times നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് CAPD. Okay, and the second one is a CCPD. Needs the use of a particular dialysis machine that can be used in the home. This type of dialysis is performed automatically when the patient is sleeping. അപ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന നമുക്ക് മെഷീന്റെ ആവശ്യമില്ല, നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഡയാലിസിസ് ആണ് പറയാം. ആൻഡ് ദ സെക്കൻഡ് ഡയാലിസിസ് എന്ന് പറയുന്നത് CCPD എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുന്നത് എന്താണ്, ഈ മെഷീൻ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. അത് പേഷ്യന്റ് ഉറങ്ങുന്ന ടൈമിലാണ്. അപ്പോ പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് ഈ മെഷീൻ ആണ് ചെയ്യുന്നത്. മെഷീൻ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, സമയം കൊടുക്കുന്നു, ആ മെഷീൻ തന്നെ ഡ്രെയിൻ ചെയ്യുന്നു. നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. ആ മെഷീൻ തന്നെ ചെയ്യും. നമുക്ക് ഉറങ്ങി കിടക്കുമ്പോൾ അത് ആ മെഷീൻ ആണ് എല്ലാം ചെയ്യുന്നത്. അതാണ് എന്ത് CCPD എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് IPD എന്ന് പറയുന്നത് uses the same type of machine as a CCPD, but treatments will be longer. IPD can be done at home, but it is usually in the hospital. The supplies and equipment needed duration of each treatment and the number of treatments per day will depending on the type of PD you are using and your medical condition. And normally this process takes a few hours and is scheduled to be repeated 4 to 6 times per day. അതായത് ഇപ്പോ CAPD എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യുന്നത്, CCPD എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ വെച്ച് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ IPD-യിലും ഈ പറയുന്ന മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണെങ്കിൽ പോലും മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിലും
നമ്മളെല്ലാവരും മോസ്റ്റ്ലി ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ വെച്ചിട്ടാണ്. കാരണം ഈ ട്രീറ്റ്മെന്റ് കുറച്ച് ലോങ്ങർ ടൈമാണ്, നമ്മൾ ഒരുപാട് സമയം എടുക്കും ഈ ട്രീറ്റ്മെന്റിന്. അതുകൊണ്ടാണ് അത് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. മെഷീൻ യൂസ് ചെയ്തുകൊണ്ടാണ് CCPD ചെയ്യുന്ന സെയിം മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് IPD ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്, വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ട്രീറ്റ്മെന്റ് നമ്മുടെ ബോഡി കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് എങ്ങനെ ചെയ്യണം, എത്ര ടൈംസ് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ നോർമലി ഈ പ്രോസസ് ഒരു few hours, takes a few hours and is required to be repeated 4 to 6 times per day. നോർമലി ഈ പ്രോസസ് എന്തായാലും ഒരു കുറച്ച് അവേഴ്സ് എടുക്കുമെങ്കിലും നമുക്കിത് ഒരു 4 or 6 പ്രാവശ്യം ഒരു ദിവസം ചെയ്യേണ്ടതായി വന്നേക്കാം. അതാണ് ഇത് IPD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പെരിറ്റോൺ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലായി. അതിന്റെ 3 തരം പെരിറ്റോൺ ഡയാലിസിസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, വിതൗട്ട് എനി ഹെൽപ്പ്, ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അത് മെഷീന്റെ സഹായം പോലെ വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നോർമലി എല്ലാവരും കണ്ടുവരുന്ന ട്രീറ്റ്മെന്റ് കൂടിയാണ് CCPD. Then next one is a CCPD. CCPD നമ്മുടെ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മെഷീനാണ്, നമ്മൾ ഒന്നും ചെയ്യണം. മെഷീൻ ചെയ്തോളൂ, എല്ലാം മെഷീൻ ചെയ്തോളൂ, നമുക്ക് ഉറങ്ങി കടന്നാലും മെഷീൻ ചെയ്യും. അതാണ് CCPD എന്ന് പറയുന്നത്. ഇനി IPD എന്ന് പറയുന്നതോ സെയിം, CCPD യൂസ് ചെയ്യുന്ന സെയിം മെഷീൻ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ട്രീറ്റ്മെന്റ് കുറച്ച് ലോങ്ങർ ടൈമാണ്, കുറച്ചുകൂടെ അധികം സമയം എടുക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ്. സോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. പിന്നെ എന്താണ് ഈ ട്രീറ്റ്മെന്റ് നമ്മുടെ മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിരിക്കും എങ്ങനെയൊക്കെയാണ്, എത്ര ടൈംസ് ചെയ്യണം ഡിസൈഡ് ചെയ്യും. സോ എന്നാലും നോർമലി ഈ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്യൂ അവേഴ്സ് എടുക്കും. എന്നാലും അത് ഒരു 4 to 6 ടൈംസ് അല്ലെങ്കിൽ 6 ടൈംസ് നമ്മൾ പെർ ഡേ ആ ട്രീറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായി വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ പെരിറ്റോണിയൽ ഡയാലിസിസും അതിന്റെ 3 ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസും. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? വായിച്ചു നോക്കൂട്ടോ, ആ പോയിന്റ്സ് എല്ലാം വായിച്ചു നോക്കിയ എല്ലാവരും. ഓക്കെ, കഴിഞ്ഞോ? യെസ്, ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എന്താണ് ഹീമോഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടും ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. ഇനി the next one is a continuous renal replacement therapy, CRRT തെറാപ്പി ആണ് കേട്ടോ. സോ ഈ തെറാപ്പിയും നമ്മൾ പറയുന്ന കിഡ്നി ക്ലിയർ ആയ പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് നോക്കാം. This therapy is used mainly in the intensive care unit for people with a severe kidney failure. It's also known as hemofiltration. A machine passes the blood through a tube. A filter then eliminates waste products and water.
The blood is returned to the body together with replacement fluid. This procedure is discharged 12 to 24 hours a day, normal every day. അതായത് ഈ പറയുന്ന CRRT എന്ന് പറയുന്ന തെറാപ്പി നമ്മൾ ചെയ്യുന്നത് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കിഡ്നി ഫെയിലിയർ ആയി അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് കേട്ടോ അത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പൊതുവെ CRRT എന്നല്ലാതെ വേറൊരു പേര് എന്ന് വെച്ചാൽ ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഹീമോ ഫിൽട്രേഷൻ നമ്മൾ ചെയ്യുന്നത് നോർമലി ചെയ്യുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിഡ്നി ഫെയിലിയർ ആയി കിടക്കുന്ന അതും ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഇത് ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. അതുപോലെ മെഷീനെ വെച്ചിട്ട് ബ്ലഡ് ട്യൂബിലൂടെ പാസ് ചെയ്ത് അതിലൂടെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാണ്, അല്ലെ എലിമിനേറ്റ് ചെയ്യാണ് വേസ്റ്റ് പ്രൊഡക്ട്സും അല്ലെ അതർ ഹ്യൂമൻ ഫ്ലൂയിഡ്സും വാട്ടറും എല്ലാം ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ്. സെയിം പ്രോസസ് ആണ്, എല്ലാം സെയിം പ്രോസസ് ആണ്. പക്ഷെ ഇവിടെ ചേഞ്ച് വരുന്നത് ICUയിൽ കിടക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യൻസിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് 24/7 ചെയ്യും. അതായത് എവറി ഡേ, എല്ലാ ദിവസവും ഫുൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് രോഗി പെട്ടെന്ന് റിക്കവർ ആകുന്നത് വരെ 24 മണിക്കൂറും എവറി ഡേ 24/7 ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, തെറാപ്പിയാണ് ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സെയിം പ്രൊസീജിയർ ആണ്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു, അത് റീസെന്റ് ചെയ്യുന്നു, സെയിം പ്രൊസീജിയർ. പക്ഷെ ഇവിടെ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യും, കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, ഇതാണ് ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എന്താണ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പെട്ടെന്ന് തന്നെ റിക്കവർ ആവാൻ വേണ്ടി. പെട്ടെന്ന് റിക്കവർ ആവാൻ മീൻസ് ICU നിന്ന് രക്ഷപ്പെടണമല്ലോ അല്ലെ, എന്നാലും മാത്രമേ നമുക്ക് വേറെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. സോ പെട്ടെന്ന് റിക്കവർ ആകാൻ വേണ്ടി ചെയ്യുന്ന തെറാപ്പിയാണ് ഹീമോ ഫിൽട്രേഷൻ ആണെന്ന് പറയാം. 24/7 നമ്മളത് ചെയ്യുന്നുണ്ട് എവറി ഡേ. എവറി ഡേ നമ്മൾ ചെയ്യുന്നുണ്ട് വിത്ത് യൂസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ കത്തീറ്റർ വഴി നമ്മള് വെളിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് അപ്പോ just wait. ഓക്കെ, നമ്മള് ഈ തെറാപ്പി ചെയ്യുന്നത് ചോദിച്ച പോലെ പെരിറ്റോണിയൽ നമ്മുടെ വെയിലാണെന്ന് വെച്ചാൽ വെയിലല്ല കേട്ടോ. നമ്മുടെ നെക്കിലോ ചെസ്റ്റിലോ അതുപോലെ നമ്മുടെ തലയില് ഏറ്റവും ലാർജർ വെയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിലൂടെ നമ്മള് ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് ഫിൽറ്റർ ചെയ്യാണ് ചെയ്യുന്നത്, നമ്മുടെ പെരിറ്റോണിയൽ പോലെയല്ല. ഓക്കെ, അതുപോലെ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് പോലെ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് നമ്മൾ നെക്കിൽ ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ ആണെങ്കിൽ നെക്കിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നെക്കിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ചെസ്റ്റിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ തല ഇവിടെ ലാർജർ വെയിലാണ് മെയിൻലി നമ്മൾ ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ തെറാപ്പി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
അത് ICU കിടക്കുന്ന പേഷ്യൻസിനാണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന ICU അത്രയും ക്രിട്ടിക്കലി കിടക്കുന്ന പേഷ്യൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന അതിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഹീമോഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോ ഏതൊക്കെ ടൈപ്സ് ആണ് നമുക്ക് നോക്കിയത്? ഫസ്റ്റ് ഹീമോഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആൻഡ് ഹീമോഫിൽട്രേഷൻ, CRRT. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ നോക്കിയത് എന്നല്ല, നമ്മൾ 3 ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹീമോഡയാലിസിസ് ചെയ്യുന്നത് നമ്മൾ കയ്യില് അല്ലെങ്കിൽ കാലില് ഞരമ്പിലാണ്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. ഫിസ്റ്റുല യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ, നെക്കിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പെരിറ്റോണിയലത്ത് വരാണെങ്കിൽ നമ്മൾ ബെല്ലിയിലാണ് ചെയ്യുന്നത്. അതുപോലെ CRRT അല്ലെങ്കിൽ ഹീമോഫിൽട്രേഷനിൽ വരാണെങ്കിൽ നമ്മൾ നെക്കില്, ചെസ്റ്റ്, കൈകളിൽ ലാർജ് വേരിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. ബ്ലഡ് പുറത്തോട്ട് എടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് റീസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതും 24/7 ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് ആണ് ICU കിടക്കുന്ന പേഷ്യൻസിന്. ഓക്കെ, ക്ലിയർ? ഇത്രയും വരെ ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാനോ? സ്പീഡ് കൂടിയോ? മനസ്സിലായോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? സ്പീഡ് കൂടിയില്ലല്ലോ? ഓക്കെ ആണല്ലോ അല്ലേ? ICU കിടക്കുന്ന രോഗിക്ക് അല്ലാതെയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹീമോഡയാലിസിസിൽ ചെയ്യുന്നുണ്ട്. അതും ക്രിട്ടിക്കൽ ആണ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുമ്പോഴാണ് നമ്മൾ നെക്കിൽ ചെയ്യുക. ഓക്കെ, അതിന്റെ പറയുകയാണ് വെസ്കുലർ ആക്സസ് കാത്തീറ്റർ. കണ്ടോ, ഇതിൽ നമ്മള് നെക്കിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് വെസ്കുലർ ആക്സസ് കാത്തീറ്റർ. നമ്മൾ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ലാർജ് വെയിൻ കണ്ടോ, ലാർജ് വെയിൻ അത് നെക്കിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത്. അത് അറിയാലോ, ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ പലതരം സ്റ്റേജസ് ഉണ്ടല്ലോ. മനസ്സിലായോ? ICU കരുതുന്ന എന്തിനാണ്? അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന ICU നമ്മൾ പേഷ്യൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ആ പേഷ്യൻസ് ചെയ്യുന്ന നമ്മൾ നെക്കിൽ ചെയ്യാം, തൈസിൽ ചെയ്യാം, ചെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഹീമോഡയാലിസിസും അങ്ങനെ തന്നെയാണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ നെക്കിൽ ചെയ്യുന്നത്, പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടി. ശരി, ഓക്കെ. ഇപ്പൊ 3 ഡയാലിസിസ് മനസ്സിലായോ? മനസ്സിലായല്ലോ? പിന്നെയും ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ല? ക്ലിയർ ആണ്? നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഓരോ സെന്റൻസും ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു എപ്പോഴും ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരാന്ന് ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് കണക്റ്റഡ് ആവണം. അറ്റാച്ച്മെന്റ് ടെക്സ്റ്റോട് വേണം. കാരണം ഓരോ സെന്റൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ആ സെന്റൻസ് ത്രൂ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴും. ഓക്കെ, അതുപോലെ ഗീഡൊക്കെ നന്നായിട്ട് പഠിക്കുക. Yeah, so we move on the next portion, advantages or benefits. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നോക്കാം. ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? The following steps can help increase the effectiveness of your dialysis treatment. താഴെ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യാനും കുറച്ച് എഫക്റ്റ് ഉണ്ടാകും. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എഫക്റ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇൻക്രീസ് ചെയ്യാൻ പറ്റും. First one is complete the treatment as per to the recommended schedule. ഇപ്പോ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്കെഡ്യൂളിൽ ആ ടൈമിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ about customized eating plan recommended by the dietitian. Dietitian പറയുന്ന പോലെ കസ്റ്റമൈസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, കസ്റ്റമൈസ് ചെയ്ത ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാകും ഒരു രോഗിക്ക്. അതായത് ഡയാലിസിസ് വരുന്ന ഒരു പേഷ്യൻസിന് ഇങ്ങനെ ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്ന ഒരു ഡയറ്റീഷ്യൻ നമുക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. സോ ആ ഡയറ്റ് പ്ലാൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. Then the third one, get as much physical activity as possible to improve your strength and health. അപ്പോ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം എന്താണ്
ഡോക്ടർ പറയുന്ന പോലെയാണ്, ഒരുപാട് അത് ചെയ്യാൻ പാടില്ല. സോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. സോ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ആണെങ്കിലും ഹേർട്ട് ഹെൽത്ത് ആണ് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പൊ ഹേർട്ട് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഹീമോ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ BP കൂടാനും കുറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ ഹേർട്ട് ഡിസീസ് ഉള്ളവര് നമ്മള് തോന്നുന്നു ഹീമോ ഡയാലിസിസിനേക്കാൾ ബെറ്റർ പെരിറ്റോണിയലാണ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാരണം ബ്ലഡ് ചെയ്യുമ്പോൾ വേരിയേഷൻ ഫ്ലക്ച്വേഷൻ അല്ലെ നമ്മുടെ ബിപിയിലെ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അത് റിസ്ക് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോ പറഞ്ഞ ടൈമിൽ തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ പറയുന്ന പോലെ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക, എന്തെങ്കിലും ചെറിയൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ഹേർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി. Then communicate with the dialysis provider and pharmacist about any medications, supplements of herbal products you are taking or are considering starting. എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ പ്രൊഡക്ട്സോ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഫാർമസിസ്റ്റിനോടോ അല്ലെങ്കിൽ ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുന്ന അതിനുശേഷം മാത്രം എന്താണെങ്കിലും, എന്ത് സപ്ലിമെന്റ്സ് ആണെങ്കിലും എന്ത് ഹെർബൽ പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. Then talk with the dialysis team about any anxiety or side effects that you may have. എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ആൻസൈറ്റിയോ നമുക്ക് ഉണ്ടെങ്കിൽ ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലായോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? കംപ്ലീറ്റ് എന്താണ് ട്രീറ്റ്മെന്റ് പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക, ചെറിയൊരു എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ഹേർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ഹെർബൽ പ്രൊഡക്ട്സോ എന്തെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ നമ്മൾ ഇൻട്രസ്റ്റ് ആണ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ? പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, then അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ നോക്കാം. Both the kinds of dialysis come with the side effects. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effects that people tell of include, അതായത് ഒരു തരം ഡയാലിസിസ് ചെയ്താലും ചെറിയ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും. Both the kinds of dialysis come with side effects ഉണ്ടാകും. പക്ഷേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ തോന്നുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ഡയാലിസിസ് ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയതിന്റെയോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫിക്കൽട്ട് ടു ടെൽ ഷുവർലി, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല, പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്ത് whether its symptom is because of dialysis or kidney failure that is also affecting the body. കിഡ്നി ഫെയിലിയർ ആയതോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തതോ കൊണ്ട് ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, അത് ഉറപ്പല്ല. എന്നാലും some of the most common after effects that people tell of include, അതായത് കുറച്ച് കോമൺ സൈഡ് എഫക്ട് എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞെന്ന് മനസ്സിലായതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് കോമൺ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ്, അതായത് എല്ലാ ലക്ഷണങ്ങളും ഇതിന്റെയാണ് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ കോമൺലി നമുക്ക് അറിയാവുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് ആണ് താഴെ പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ഏതാണ്? HD മീൻസ് ഹീമോഡയാലിസിസ് ചെയ്ത് തന്നെയുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് കേട്ടോ. സ്റ്റോപ്പേജ് ഇൻ യുവർ വെസ്കുലർ ആക്സസ് സൈറ്റ്, അതായത് നമ്മള് ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ, അത് കയ്യിലാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഹീമോഡയാലിസിസ് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ട്യൂബില് സ്റ്റാർട്ടിങ് പോയിന്റില് അതായത് എൻട്രൻസ് പോയിന്റില് എന്തെങ്കിലും ക്ലോട്ടിങ് സംഭവിക്കുക, മീൻസ് ബ്ലഡ് ക്ലോട്ട് ആയിരിക്കാം, അതൊരു സൈഡ് എഫക്റ്റ് ആണ്. അത് എൻട്രൻസ് പോയിന്റില് ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുന്നത് ഒരു സൈഡ് എഫക്റ്റ് ആണ്, അങ്ങനെ കണ്ടതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മസ്കുലർ സ്പാസം. മസ്കുലർ സ്പാസം മീൻസ് നമുക്ക് പേശിവലിവ്, കോശിപ്പിടുത്തം ഉണ്ടാവില്ലേ, നമ്മൾ മസിൽ കോശിപ്പിടിച്ചെന്ന് പറയുന്നില്ലേ, അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ അറിയാലോ, ബ്ലഡ് പ്രഷർ ആയിട്ട്
വരുന്നത് അങ്ങനത്തെ ഒരു സൈഡ് എഫക്ട്സും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വീക്ക്നസ്, ഡിസ്നസ് ആൻഡ് ഓർ നോസിയ, ബ്ലഡ് ലോസ്. വീക്ക്നസ്, ക്ഷീണം, ബലഹീനത, ക്ഷീണം, പിന്നെ നോസിയ മീൻസ് ഓക്കാനം വരാം. സോ ഇതെല്ലാം ഒരു ചെറിയ സൈഡ് എഫക്ട്സ് ആണ് HP ചെയ്യുന്ന പേഷ്യൻസിൽ കണ്ടുവരുന്നത്. അതുപോലെ ബ്ലഡ് ലോസ്. ഇത്രയാണ് നോർമലി നമ്മൾ കണ്ടുവരുന്ന ഹീമോഡയാലിസിസ് ചെയ്ത പേഷ്യൻസിൽ കണ്ടുവരുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ട്യൂബില് എൻട്രൻസ് പോയിന്റിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നു. അതുപോലെ തന്നെ നമുക്ക് പേശി വലമ്പോ അല്ലെങ്കിൽ കോശപ്പെടുത്തൽ ഉണ്ടാകുന്നു. ബ്ലഡ് പ്രഷർ വരുന്നു. ബലഹീനത, ബലമില്ലായ്മ പോലെയോ അല്ലെങ്കിൽ ക്ഷീണം പോലെയോ, തലകറക്കം പോലെയോ, ബിസിനസ് മീൻസ് തലകറക്കം പോലെയോ, നോക്കാനും വരുന്ന പോലെയോ ഒക്കെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ബ്ലഡ് ലോസും അങ്ങനെയുള്ള സൈഡ് എഫക്ട്സും എന്തായി കണ്ടുവരുന്നുണ്ട്. കോമൺ റീസൺ ആണ്. ഓക്കെ, ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ വരാണെങ്കിൽ വളരെ കുറച്ചാണ് സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നത്. വളരെയധികം കുറവാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഹെർണിയാണ്. കാരണം നമ്മൾ ആ ഒരു പോർഷനിൽ ചെയ്യുമ്പോൾ തന്നെ ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. വീക്ക്നസ് ഇൻ യുവർ അബ്ഡോമിനൽ മസിൽ ഓപ്പൺ പ്രസന്റിംഗ് ആസ് എ ലംപ് ഓർ എ സോളിഡ് ഹാർട്ട്. അതായത് നമ്മൾ ആ ഒരു അബ്ഡോമിനൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ മസിലിനെ കുറിച്ച് കുറവായിട്ടും പിന്നെ അവിടെ സ്വോളൻ മീൻസ് നീരോ അങ്ങനെയൊക്കെ വരാനുള്ള ഒരു ഇത് കാണാറുണ്ട് സൈഡ് എഫക്ട്. ഹെർണിയ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നമ്മുടെ ആ ഒരു പോർഷനിൽ എന്താണ് ചെറിയൊരു രീതിയിൽ കൊടില് അങ്ങനത്തെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു രോഗമാണെന്ന് പറയാൻ ഹെർണിയ അല്ലെ. നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഹെർണിയ കൂടുതലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അബ്ഡോമിനൽ മസിൽസിന് വീക്ക്നെസ് സംഭവിക്കുന്നില്ല അല്ലെ, നമ്മൾ അവിടെയാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വെയിറ്റ് കൂടാനുള്ള ഇതും കണ്ടുവരുന്നുണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസിന് പറയുകയാണെങ്കിൽ സൈഡ് എഫക്ട്സ് വളരെയധികം കുറവാണ് HP അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. Even though these after effects may sound terrifying, they should be compared to the risk that arises from continuing to live with the untreated kidney failure. അതായത് നമുക്ക് ഈ സൈഡ് എഫക്ട്സ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമാണ്, അത്രയും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും പക്ഷേ ഏറ്റവും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കിഡ്നി ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എത്രയോ ബെറ്റർ ആണ് ഇത്രയും ചെറിയൊരു സൈഡ് എഫക്ട്സ് നമ്മൾ സഹിക്കുന്നത് അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതാണ് ആ പാരഗ്രാഫ് പറയുന്നത് കേട്ടോ. ഇവൻ ദോ ദീസ് ആഫ്റ്റർ എഫക്ട്സ് മേ സൗണ്ട് ടെറിഫിക് ആയിട്ട് തോന്നും. ഇത്രയും സൈഡ് എഫക്ട്സ് നമുക്ക് കേൾക്കുമ്പോൾ അത്രയും സൈഡ് എഫക്ട്സ് ഉണ്ട് ടെറിഫിക് ആയിട്ട് തോന്നുമെങ്കിലും they should be compared to the risk that varies from continuing to live with the untreated kidney failure. കിഡ്നി ഫെയിലിയർ ആയി പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അതിനുശേഷം വരുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് എഫക്ട്സ് എല്ലാം നിസ്സാരമാണ്. അതാണ് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഡയാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? വായിച്ചു നോക്കൂട്ടോ, പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാലോ. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസില് നമുക്ക് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് വരാം. 1 or 2 വീക്സിന് ശേഷം നമുക്ക് തന്നെ സ്വയം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് അറിയാവുന്ന ട്രെയിനേഴ്സ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പോർഷൻ മനസ്സിലായല്ലോ? വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ?
ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയല്ലോ? ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ ആണ്, ഷുവർ ആണല്ലോ? ചുമ്മാ പറയുന്നതല്ലോ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഡൗട്ട്സ് ഒന്നുമില്ല? ക്ലിയർ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഡയാലിസിസ് സെന്റർ. ഈ സെന്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഡയാലിസിസ് പ്രോസസ് എല്ലാം നമുക്ക് മനസ്സിലായി. സെന്ററിലാണ് നമുക്ക് നോക്കാം കേട്ടോ. It is a clinical establishment that treats the patient with a renal failure. Sometimes patients with normal renal functions also need a hemodialysis, like patients with some poison. A dialysis center എന്ന് പറയുന്നത് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിനിക് ആണ് ഇത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. കിഡ്നി ഫെയിലിയർ ആയ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ക്ലിനിക് ആണ് ഇത് ഡയാലിസിസ് സെന്റർ. Okay, sometimes patients with normal renal failure, normal renal functions also need a hemodialysis, like patients with some poison. അതായത് ഇപ്പോൾ നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് നോർമൽ ആയ പേഷ്യൻസിന് ചിലപ്പോൾ സംടൈംസ് ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. എപ്പോഴാണ്? എന്തെങ്കിലും പോയിസൺ ആയി വരുന്ന പേഷ്യൻസിന് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ പോയിസൺ നമ്മുടെ ബ്ലഡില് ബ്ലഡിലായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അത് എന്തായാലും ഹീമോ ചെയ്യേണ്ടി വരും അല്ലെ? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ട, ആ വിഷം കളയണമല്ലോ, പോയിസൺ കളയണമല്ലോ. സോ പോയിസണുമായി അല്ലെങ്കിൽ പോയിസണായി വരുന്ന പേഷ്യൻസിന് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. അത് ഈ ഡയാലിസിസ് സെന്ററിൽ വെച്ചാണ് ചെയ്യുന്നത്. The dialysis center may act either or both inpatients and outpatients, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis besides hemodialysis. അതായത് ഈ ഡയാലിസിസ് സെന്റർ എങ്ങനെയാണ് ഇൻപേഷ്യന്റ് ആയിട്ടും അല്ലെങ്കിൽ ഔട്ട് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സെന്റർ കൂടിയാണ്. അത്യാവശ്യം മെഡിക്കൽ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ സെൽഫ് ട്രെയിനിങ്, അതായത് ഞാൻ പറഞ്ഞു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സെൽഫ് ട്രെയിനിങ്ങും കൂടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഹീമോഡയാലിസിസ് കൂടാതെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. സോ പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ട്രെയിൻ ചെയ്യണമല്ലോ. സോ ആ ട്രെയിനിങ്ങും ഈ പറയുന്ന ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് ഇത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഒരു കിഡ്നി ഫെയിലിയർ ആയ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക് ആണ്. അതുപോലെ തന്നെ നമുക്ക് നോർമലി കിഡ്നി ഫംഗ്ഷൻ ആയ ഒരു പേഷ്യന്റിനും നമ്മുടെ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ അവരുടെ ബോഡിയിൽ വരികയാണെങ്കിലാണ്. സോ ആ ടൈമിൽ ആ പോയിസൺ നമ്മൾ ബ്ലഡിൽ നിന്ന് മാറ്റണമെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്യണം. സോ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് വേണ്ടിയും ഔട്ട് പേഷ്യന്റ് വേണ്ടിയും നമ്മുടെ ഈ ഡയാലിസിസ് സെന്റർ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് രണ്ട് വർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം മെഡിക്കൽ ഫെസിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സെൽഫ് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ള? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താണ് ഡയാലിസിസ് സെന്റർ? അറിയാവുന്നൊരു കാര്യമാണല്ലോ. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. ക്ലിയർ അല്ലേ? ആ പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? ഒരു ക്ലിനിക്കിനെ കുറിച്ച് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. The dialysis area should be provided with the air conditioning. AC ഉണ്ടാവണം. Okay. Each machine should be at the center of an adequate area to permit easy movement of personnel and resuscitation equipment whenever needed. പറയുന്ന മെഷീൻസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി വരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസ് ആവശ്യമായിട്ട് വരാണെങ്കിലോ പെട്ടെന്ന് പറയുന്ന സ്റ്റാഫിന് റെനൽ എന്താ കിഡ്നി റെനൽ എന്താ കിഡ്നി ഫെയിലിയർ റെനൽ ഫെയിലിയർ എന്താ കിഡ്നി ഫെയിലിയർ സെയിം ആണ് കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പോർഷൻ പിന്നെ എടുക്കാം, ടൈം ഇല്ലല്ലോ, എന്നാലും കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഡയാലിസിസ് സെന്റർ വരെ നോക്കാം, പഠിക്കാം, പോർഷൻസ് എല്ലാം നോക്കിയിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ ആണല്ലോ? ക്ലാസ് ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നില്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. അല്ലാതെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കണ്ടുപഠിക്കും. ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
സോ മാക്സിമം എന്താണ് റെഫർ ചെയ്യും കേട്ടോ. എക്സാം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് എന്തായാലും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് മന്ത് ആയിരിക്കും കേട്ടോ. എന്തിനാ ടെൻഷൻ? ടെൻഷൻ വേണ്ട. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കൂ. നന്നായിട്ട് പഠിച്ചാൽ പോരെ. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാം സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ ഫ്രീ ആയിട്ട് പോകണം. എക്സാം കഴിഞ്ഞപ്പോൾ എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിരിക്കണം. ടോപ്പർ ആകണം, എനിക്ക് ഇത്രയും മാർക്ക് ആണെന്നൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. പഠിക്കുക. ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, 1 മണിക്കൂറാണ് ഈ എക്സാം വരുന്നത്. 1 മണിക്കൂർ അറിയില്ല ആ ടൈം, ആ ഒരു പഠിക്കുന്ന ടൈം പീരീഡിലാണ് എക്സാം വരുന്നത്. സോ നമ്മൾ ഇത്രയും നാള് പഠിച്ചത് ആ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് വാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അത്ര പോസിബിൾ ആയ ഒരു കാര്യമാണ്. കാരണം ആ ടൈമിൽ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? ആ ടൈമിൽ മൈൻഡ് സെറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലാണോ? അല്ല. അപ്പൊ ആ ടൈമില് നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. സോ ആ ടൈമിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും പഠിച്ചിട്ടേ ഇല്ല, നിങ്ങൾ വെറുതെ ആണ് പഠിച്ചത്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നടക്കുന്ന ഒരു എക്സാം അല്ലേ, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഗേഡൊക്കെ നന്നായിട്ട് പഠിക്കൂ. ഓക്കെ, എല്ലാം നന്നായിട്ട് പഠിക്കൂ. മോക്ക് ടെസ്റ്റ് പഠിക്കുക. മെയിൻ എക്സാം അല്ലല്ലോ. മെയിൻ എക്സാം ആണോ? അല്ല. നിങ്ങളുടെ 1ഉം 2ഉം മോഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ എക്സാം അല്ല കേട്ടോ. അല്ലെങ്കിൽ ടേം 1 ആണ്. ഓക്കെ, ടേം എക്സാം ആണ്. നന്നായിട്ട് പഠിക്കും, മോക്ക് ടെസ്റ്റ് പഠിക്കൂ, ഗേഡ് പഠിക്കൂ, എല്ലാം പഠിക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പോർഷൻസ് എല്ലാം നോക്കിയിട്ട് വരാം. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെയും ഞാൻ തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷിന് പകരം ഞാനാണ്. സോ ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ചാലും ജോയിൻ ചെയ്യാതിരിക്കരുത്. ഞാനാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്, ഇംഗ്ലീഷ് അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. Let's find out today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am.